മന്ത്രി റോഷി അഗസ്റ്റിൻ നമ്മോടൊപ്പമുണ്ട്. മിനിസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും, ഇന്ന് പുത്തൻതുരുത്തിൽ വള്ളം മറിഞ്ഞ് ഒരു സ്ത്രീ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ കുറേ നാളുകളായിട്ട് തന്നെ ഈ കുടിവെള്ള പ്രശ്നം വളരെ രൂക്ഷമായിട്ട് നിൽക്കുകയാണ് തുരുത്തിൽ. അപ്പോൾ ആ വിഷയത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ ഏത് തരത്തിലൊരു പ്രധാനപ്പെട്ട വിഷയം അവിടെ അതുമാത്രമല്ല, അതിൻ്റെ ഒരു ഭാഗമാണ്. തുരുത്തിൽ വെള്ളം എല്ലാ സ്ഥലങ്ങളിലും എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അവിടെ നമ്മൾ കാണേണ്ടത് പ്രധാനപ്പെട്ട വിഷയം ഒരു വലിയ മെഗാ വർക്ക് ഇപ്പോൾ അവിടെ വന്നു. ചെറിയ തോതിലല്ല, ഞാൻ അതിൻ്റെ ഇപ്പോൾ കാര്യങ്ങൾ അന്വേഷിച്ചു. ഈ പൈപ്പ് ലൈൻ ബ്രിഡ്ജുണ്ട്. ആ പൈപ്പ് ലൈൻ ബ്രിഡ്ജ് TS കനാലിന് കുറേ സ്ഥാപിച്ചിട്ടുള്ള ഏതാണ്ട് 750 mm ഉള്ള പൈപ്പ് പൊട്ടി താഴെ വീണു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അതിന് അന്ന് തൊട്ട് രാവും പകലും ശ്രദ്ധിക്കുന്നുണ്ട്, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്, എൻജിനീയേഴ്സുണ്ട്. പക്ഷേ ഒരു വലിയ മെഗാ വർക്കാണത്. അത് എത്രയും പെട്ടെന്ന് ചെയ്യാനായിട്ട് കഴിയുന്ന രീതിയിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇതിനെ കൊണ്ടുവരുന്നതിന് HDP പൈപ്പ് വേണം. ആ പൈപ്പ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തു. ഇതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി എറണാകുളത്തു നിന്നുള്ള തൊഴിലാളികൾ, ഇതിൻ്റെ എക്സ്പെർട്ട് തൊഴിലാളികൾ, അതുപോലെ തന്നെ ഇത് വെൽഡ് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങളെ മെഷീൻസ്, ആലപ്പുഴ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്യാവുന്ന രീതിയിലുള്ള വിവിധ മേഖലയിലെ എക്സ്പെർട്സ് ആയിട്ടുള്ള വർക്കേഴ്സ്, അങ്ങനെ വിവിധ കാര്യങ്ങളെടുത്ത് നമ്മൾ അവിടുത്തെ വർക്കുകൾ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രാപകലില്ലാതെ തുടരുക, 24 hours തുടരുകയാണ് വിവിധ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 750 എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, വലിയ പെൻസ്റ്റോക്ക് പോലുള്ള വലിയ പൈപ്പാണ് തുറന്നിട്ടുള്ളത്. എങ്കിലും നീണ്ടകരയിലേക്ക് ഒരു ഓൾട്ടർനേറ്റീവ് സിസ്റ്റം PVC പൈപ്പ് മുഖാന്തരം കൊടുത്ത് വെള്ളം എത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ മുനിസിപ്പാലിറ്റി ഒരു കോർപ്പറേഷൻ അവിടെ ടാങ്കറുകളിൽ വെള്ളം എത്തിച്ചു കൊടുക്കുന്ന സ്ഥിതിയുണ്ട്. പക്ഷേ എല്ലാ തുരുത്തിലും വെള്ളം ചെല്ലാറില്ല. അങ്ങനെ വരുമ്പം സ്വാഭാവികമായി തന്നെ ഇത്തരം ആൾക്കാർ അവിടെ തുരുത്തിൽ പോയി വെള്ളം എടുത്ത് തിരിച്ചു പോരുന്നൊരു സ്ഥിതിയാണുള്ളത്. അങ്ങനെ പോയ ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വന്നിരിക്കുന്നൊരു പ്രധാന വിഷയം ആ മെയിൻ ലൈനിൻ്റെ പണിയാണ്. അതൊരു സ്വാഭാവികമായും വരുന്നൊരു പ്രശ്നമാണല്ലോ. അത് ഇമ്മീഡിയറ്റായിട്ട് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി അന്ന് തൊട്ട് നല്ല നിലയിൽ കാര്യങ്ങൾ ഇപ്പോൾ 24 hours നോക്കുന്നുണ്ട്. അത്തരം വർക്കുകൾ തീരുന്നതിന് വേണ്ടി അതിൻ്റെ വെൽഡിങ്, അതിൻ്റെ സാഹചര്യങ്ങൾ, ഈ പൈപ്പുകളുടെ കളക്ഷൻ, പിന്നെ മാത്രമല്ല ഇത് പൈപ്പ് ലൈനിൽ കൂടിയായിരുന്നു. ഇപ്പോൾ അത് വലിയ താമസം വരും ആ റോഡിൻ്റെ മുകളിൽ കൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിനുവേണ്ടി ഇതിനടിയിൽ കൂടിയാണ് നമ്മുടെ വെള്ളത്തിനടിയിൽ കൂടെ ക്രോസ് ചെയ്ത് കൊണ്ടുപോകുന്നതിനുള്ള സ്ഥിതിയിലുള്ള വർക്കുകളാണ് ഇപ്പം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 3-4 ദിവസം കൊണ്ടൊക്കെ അതിൻ്റെ ഭാഗത്തിലേക്ക് എത്താൻ കഴിയുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അവിടെ പോയ ഒരു ലേഡിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ഇങ്ങനെ കേട്ടറിഞ്ഞുള്ള കാര്യമുള്ളൂ, വിശദമായ ഇഷ്ടങ്ങളിലേക്ക് സംസാരിക്കാനായിട്ട് അവസരം കിട്ടിയിട്ടില്ല. പക്ഷേ അങ്ങനെ വെള്ളം എടുക്കാൻ പോയി മടങ്ങി വരുന്ന വഴിക്ക് ഉണ്ടായ ഒരു ഇതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വെള്ളം എടുക്കാൻ ാണെങ്കിലും അവരുടെ ആ ഒരു കുടിവെള്ള പ്രശ്നത്തിന് വളരെ വേഗത്തിൽ പരിഹാരം കാണാൻ കഴിയും. അങ്ങനെ ഒരു സ്ഥലമല്ല എന്നുള്ള മനസ്സിലാക്കുന്നത്. പരിഹാരം കാണാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ നടത്തുന്നുണ്ട്. ആ തുരുത്തിലേക്ക് പമ്പിങ് എല്ലാ പ്രദേശത്തും ചെല്ലുന്നില്ല. അത് എല്ലാ കാലത്തും അങ്ങനെ സംഭവിച്ചില്ല. അങ്ങനെ വരുമ്പോൾ മറ്റുള്ള തുരുത്തിൽ പോയി വെള്ളം എടുക്കുന്നൊരു സ്ഥിതിയാണ് അവിടെ ഉള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാണെങ്കിലും ഈ വിഷയം കൊണ്ട് മാത്രമല്ല, അവിടെ വെള്ളം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമായ കാര്യമാണ്. അപ്പോൾ ഈ മെയിൻ വർക്ക് പൂർത്തിയായി കഴിഞ്ഞാൽ അത്തരം തുരുത്തുകളിലേക്ക് വെള്ളം എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന എന്ത് സാഹചര്യം രൂപപ്പെടുത്താൻ കഴിയും, അത് കുറേ കൂടി സജ്ജമായി വെള്ളം എത്തി എന്ന് ബോധ്യപ്പെടുത്തത്തക്ക നിലയിലുള്ള പ്രവർത്തനങ്ങൾ കൂടി നേതൃത്വം കൊടുക്കും. അത്തരത്തിലാണ് വളരെ വേഗത്തിൽ തന്നെ ഈ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കടക്കുന്നുണ്ട്. എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് കൂടി ആലോചിക്കുന്നുണ്ട് എന്നാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ടോബിൻ കൊച്ചുമഠത്തിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ ഇടുക്കി.